നല്ല ഉറക്കം ഉറങ്ങി. ഇവളെന്താ ഇവിടെ? അയ്യോ, ഞങ്ങൾ ഇങ്ങനെയാണോ രാത്രി കിടന്ന്? ഇവിടെങ്ങാൻ എണീറ്റിങ്ങനെയൊക്കെ ഉണ്ടോ? എൻ്റെ കാര്യം കട്ട പുക. ഇവിടെ എഴുന്നേക്കുന്നതിന് മുമ്പ് വേഗം താഴേക്ക് മുങ്ങാം. നീ എഴുന്നേറ്റോ? അവളെവിടെ? ഞാൻ എഴുന്നേറ്റ് കോളേജിലേക്ക് പോവാനുള്ളതല്ലേ. അവളും അവിടെ കിടക്കും. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അല്ല, ഇന്നലെ നിങ്ങൾ രാത്രി റൂമിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു. എന്നെ വീട് കാലുവേദനിക്കുന്നു, പിന്നെ വേറെന്തൊക്കെയോ. എന്ത് ചെയ്യാ? എന്തെങ്കിലും നടന്നോ? കാല് നല്ല വേദനിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ? നടന്നു, കുറെ കാര്യം നടന്നു. അത് മാത്രല്ല, കാല് വേദനിച്ചിട്ട് തെണ്ടി. എന്ത് കാര്യം? നീ വിചാരിക്കുന്ന പോലെ അങ്ങനൊന്നും അല്ല. ഇവളെന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ശരിക്കും ഇത്ര ഇന്നസെന്റ് ആണോ? ഏയ്, അതാവാൻ വഴിയില്ല. ഞാനോ? ആർക്കായി? അല്ല എടാ, നിനക്കൊരു കാര്യം അറിയില്ല? നീ ഇന്നലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കോളേജിലെ ഹോട്ടലുകാര് തേയെന്നോ? എൻ്റെ പൊന്നു മോനെ, നമ്മുടെ കോളേജിലെ ഹോട്ടലുകളിൽ ഫസ്റ്റ് തന്നെയുള്ളത് ആരാന്ന് നിനക്കറിയോ? ലിസയ. അവളുടെ ആ ഹോട്ട്നെസ്, അവളുടെ കാലൊക്കെ കണ്ടില്ലേ? അയ്യോ, ഇന്നാ വെളുപ്പ. ഇതിന്റെ കാല് കണ്ടാ മതി വല്ല വെള്ളപ്പാൻഡേം പിടിച്ച കാല് പോലെയുണ്ട്. അത് മാത്രമല്ല, എൻ്റെ മോനെ ലിസയുടെ ബോഡി, ഉഫ്, എന്നാ ഹോട്ടാന്നറിയോ? ഇതാ ഇതിന്റെ ബോഡി കണ്ടാലും മതി. ഒരു വലിയ ഉരുളക്കേങ്ങ് പോലെയുണ്ട്. ഉരുളക്കേങ്ങ് തേങ്ങ, പൊട്ടാറ്റോ തേങ്ങ. അവളാണല്ലേ ഹോട്ടൽ കോളേജില്? നോക്കിക്കോളെ ജേക്ക്, ഇന്ന പദവി ഞാൻ മാറ്റും. ഈ തേയാലാന്ന് എനിക്ക് ഞാൻ അറിയിച്ചു തരാടാ. ജിയോൺ ജങ്കുക്ക്. അതെന്നാടാ ചോദിക്ക അങ്ങനെ ഒരു സംസാരം? എത്ര എനിക്കെന്റെ തേ ബേബി ഹോട്ട്. നിനക്ക് ലിസിയാണെങ്കിൽ ആർക്ക് പ്രോബ്ലം ഉണ്ട് അല്ലേ തേ ബേബി? എടി, നീ എവിടേക്കാടി പോകുന്നേ? നീ തേയേ. ഇപ്പൊ ഇവിടെ എന്തോ നടന്നേ? പോയോ? ഇവിടെ എന്താ മിന്നലോ ഒരളിയോ? അതെന്തെങ്കിലും ആവട്ടെ, അത് അവളുടെ കാര്യം. ഞാനും തിരി നോക്കണം. അതെന്താടാ അവിടെ നല്ല ആള് കൂടിയിരിക്കുന്നേ? അപ്പൊ നിനക്ക് അറിഞ്ഞില്ലടാളി എന്താ കാര്യം? എന്റെ പൊന്നടാ വിജയ്ക്ക്, നിന്റെ ഭാര്യയാണ്ട് ഞാൻ പറയല്ല. എന്നാ ഹോട്ടാടാ അവള്. നിനക്ക് അറിഞ്ഞില്ല? അപ്പൊ അത് തേയ മോഡലിങ്ങിന് കൂടി. ഇപ്പൊ ലിസിയും തേയ കോമ്പറ്റീഷൻ. മാത്രല്ല, ഇപ്പൊ തേയുടെ ഫോട്ടോഷൂട്ട് നടക്കുക. കോളേജിലെ എല്ലാ ബോയ്സും അവിടെയാ. എനിക്ക് തോന്നുന്നില്ല നിനക്കിന് നിന്റെ പെണ്ണിനെ കിട്ടുമെന്ന്. നിന്റെ പെണ്ണല്ലല്ലോ, സോറി. നിങ്ങൾ രണ്ടുപേരും എനിമീസ് അല്ലേ? എന്താ നിന്റെ തലേന്ന് അവൾ ഒഴിവാവുന്ന എനിക്ക് തോന്നുന്നത്. ഫോട്ടോഷൂട്ടോ? അയ്യോ എടാ, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. വേഗം വാ. ഈ പോസ്റ്റ് അടിപൊളി വെച്ചിന്റെ. ഇനി നമുക്ക് വേറെ ഡ്രസ്സിന് വേറെ ഫോട്ടോഷൂട്ട് എടുത്ത് നോക്കാം. നീ എന്താ പറഞ്ഞത്? ലിസ ഹോട്ടാണെന്ന്. ഇനി ആരാ ഹോട്ടാണ് നീ പറയാവേ? ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എനിക്ക് ചേർക്കുന്നില്ലേ? ചേഞ്ച് ചെയ്യണോ ഈ ഡ്രസ്? No, don't change. Your dress is so beautiful and you look so sexy. ഇത് അടിപൊളിയാ. I will 100% sure നീ നമ്മുടെ ടീമിലെ മോഡലായിട്ട് പോയാ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ആയിരിക്കും. I'm 100% sure. സെക്സി അല്ലേ? അയാളുടെ സംസാരം, അയാളുടെ പല്ലിനെ കുത്തി പൊട്ടിക്ക്. എന്റെ കർത്താവേ, ഏത് സമയത്താണോ ഞാൻ അങ്ങനെ പറയാൻ തോന്നിയത്? ഇപ്പൊ എല്ലാവരുടെ കണ്ണും അവളുടെ മേലെ. എനിക്ക് ദേഷ്യം വരുന്നു. അവളാണെങ്കിൽ ആ ചിരിയൊക്കെ കണ്ടില്ലേ?
നോക്കിക്കൂടെ തീയേ, നിനക്കിങ്ങനെ കളിക്കാൻ എനിക്കും കളിക്കാം. എക്സ്ക്യൂസ് മീ സർ, നമ്മുടെ ടീമിലേക്ക് ബോയ്സിന്റെ മോഡൽ വേണ്ടേ? വേണമെങ്കിൽ ഞാൻ കൂടാ. യുനോ ഐ ഹാവ് എ ഹോട്ട് ബോഡി സർ. യാ വൈ നോട്ട്, യു ക്യാൻ ട്രൈ ഇറ്റ്. അപ്പോൾ താനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ഇതെങ്ങനെയുണ്ട് സർ, ഓക്കെ അല്ലേ? Oh, JK, you look so sexy. എന്റെ അമ്മോ, എന്നാ abs ആ ഇവനുള്ളത്. നീ എന്റെ crush തന്നെയാ. Oh, JK, തന്നെ കാണാൻ അടിപൊളിയാ. ഇത്ര handsome ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. The most handsome man in the world, JK. ഓ, ഒന്ന് പോലീസ്, എനിക്ക് നാണം വരുക. നിനക്കെങ്കിലും മനസ്സിലായല്ലോ ഞാൻ ഹോട്ടും സെക്സിയും ഹാൻഡ്സമാ. താങ്ക് യു. ഹോട്ടാണല്ലേ, സെക്സിയാണല്ലേ. ഓ, ഇത് സെഡാന്തി എന്റെ കൈകൊണ്ടായിരിക്കും. അവനാണെങ്കിലും കാണിച്ചങ്ങിരിക്കുക. കാണിച്ചു തരാട്ടോ, ഇത്തേ അരങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ വീട്ടിലേക്ക് വാ, ബാക്കിയുള്ളത് ഞാൻ അവിടെ നിന്ന് തരാം. എക്സ്ക്യൂസ് മീ സർ, ഞാൻ വേറെ ഡ്രസ് ഇട്ട് തരാം. ഇതിനേക്കാൾ നല്ല ഹോട്ടായിട്ടുള്ള ഡ്രസ്. ഓ എൻ്റെ ദേയാ, നീ എന്ത് ഡ്രസ് ഇട്ടാലും നീ ഹോട്ടല്ലേ? ഓ, നീ ആ ജേക്കിയാച്ച് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലല്ലേ ഇപ്പൊ ഞാൻ നിന്നെ കിട്ടിയാണ്. എന്തായാലും നീ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വാ ചെയ്യാം. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം. ഓ ബേബി, യു ലുക്ക് സോ സെക്സിയാ. ഹോട്ട് സെക്സി ബേബി, ഡാ തീർന്നടാ ബാമ, തീർന്ന്. എന്റെ പെണ്ണിനെ നീ ബേബി നിൽക്കുന്നോടാ പട്ടി. ഓ ജേക്ക്, calm down, don't make a scene in public. ജേക്ക്, നീ ഒന്ന് അടങ്ങിയിരി ജേക്ക്. ഒന്നും പറ്റില്ല. എനിക്ക് എന്താ ഇങ്ങനെ ജലസ് വരുന്നേ? അവിടെ എന്റെ ശത്രു അല്ലേ? ഇനി അല്ലേ? അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ അവനെ നോക്കുന്ന കാണുമ്പോ അവരുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക്. വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് നല്ല ചേരുന്നുണ്ട്. നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ട് ഇനി നമുക്കൊരു വീഡിയോസ് എടുക്കാം. ലൈക്ക് നല്ലൊരു ഡാൻസ്, കുറച്ച് ടേക്കിംഗ്, കുറച്ച് സെക്സി ടൈപ്പ് ആയിട്ടുള്ള ഡാൻസ് കളിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ്. 1, 2, 3 ആക്ഷൻ. ഇനി എനിക്ക് പറ്റത്തില്ലടേ. നിനക്ക് ജയിക്കാരെന്ന് ഞാൻ കാണിച്ചു തരാം. മിണ്ടാതെ ഇരുന്നോ, വെറുതെ എന്നെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കണ്ട, മനസ്സിലായോ? ദേ, പിന്നെ നിങ്ങളോടായിട്ട് മേലാൽ ആരെങ്കിലും ഇവിടെ നോക്കിയെങ്കിലോ, ആരെങ്കിലും ഇവളുടെ അടുത്ത് പോയി അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് നോക്കിയാൽ അവർ ഈ ജയിക്ക് വരാൻ ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്കറിയാലോ, ഈ ബോക്സിങ് ചാമ്പ്യനാണ് ഞാൻ ഇവിടുത്തെ. വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാൻ നിൽക്കണ്ട. ഷീസ് മൈ വൈഫ്, അണ്ടർസ്റ്റാൻഡ്? നീ ഇങ്ങോട്ട് വാടി. അവളുടെ ഒരു ഹോട്ട് സെക്സി ഡ്രസ്സു. നിനക്ക് വീട്ടിലേക്ക് വാട്ട്, ഈ ജയിക്ക് ഞാൻ കാണിച്ചു തരാം. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? എനിക്ക് അവിടെ പ്രോഗ്രാം. നീ എന്റേത് മാത്രം. യു ആർ ഓൺലി മൈൻ, അണ്ടർസ്റ്റാൻഡ്? വേറൊരാൾക്കും നിന്റെ ബോഡി ഞാൻ കാണിക്കില്ല, വേറൊരാൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഐ ലവ് യു സോ മച്ച്. ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എനിക്ക്. ഒരുപാടെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
എനിമി എന്നൊരു പേരിൽ മാത്രമേ നമ്മൾ അറിയപ്പെട്ടുന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിന്നെ എന്നെ എനിമിയായിട്ട് കണ്ടിട്ടില്ല. ഐ വാണ്ട് യുവർ അറ്റൻഷൻ. എനിക്ക് നിന്റെ അറ്റൻഷൻ വേണമായിരുന്നു. അതുകൊണ്ടായിരുന്നു എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നത്. ആ ബാമ എല്ലാ സമയവും നിന്റെ അടുത്തിങ്ങനെ പറ്റി നിൽക്കുമ്പോൾ എനിക്ക് അവൻ്റെ ഇല്ലേ മുഖം ഭിത്തിയുടെ അടിച്ച് ഉരക്കാൻ തോന്നുമായിരുന്നു. നിനക്കതറിയോ? പിന്നെ ലിസ, എനിക്ക് ലിസയെ ഇഷ്ടമൊന്നുമല്ല. ലിസ എൻ്റെ ഫ്രണ്ടാ. അവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കാം, ബട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്നെ മാത്രം ഇഷ്ടം, നിന്നെ മാത്രം. എൻ്റെ കണ്ണിൽ എനിക്ക് ഏറ്റവും സുന്ദരി നീയാ. യു ആർ മൈ വേൾഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഐ എവർ സീൻ. മൈ ഏഞ്ചൽ, മൈ ലവ്, മൈ വൈഫ്, ജിയോൺ തേയ. I love you so much.